ഓക്കെ, എൻജിൻ ബേ വരുമ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വേരിയന്റ് വരികയാണെങ്കിൽ 1.5 ലിറ്റർ ക്രയോജെറ്റ് എഞ്ചിനാണ് വരുന്നത് വിത്ത് ടർബോ ചാർജ്. പെട്രോൾ വരികയാണെങ്കിൽ 1.2 ലിറ്റർ ടർബോ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് മോഡൽസ് ആണ് വരുന്നത്. ഇതാണ് വാഹനത്തിന് കരുത്ത് നൽകുന്നത്. ടാറ്റ കർവിക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതിൻ്റെ എക്സ്റ്റീരിയറിൽ കാര്യങ്ങളോ ഹഡാസ് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇതിന് ഇന്റീരിയറിൽ തന്നെയാണ്. വളരെ പ്രീമിയം ഒരു ഫീല് തരുന്ന ഒരു ഇന്റീരിയലാണ് നമുക്ക് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. ഇത് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഓക്കെ, ഹഡാസ് ഫീച്ചേഴ്സ് വരെ വരുന്ന ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിനകത്ത് നമുക്ക് കാണാം നല്ലൊരു ഹൈ എൻഡ് ആം റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ നൽകാൻ സഹായിക്കും. ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾസ് വരുന്നുണ്ട്. ഈ മോഡ് സ്വിച്ച് ചെയ്യണ ഈ ഒരു ഡയലാണെങ്കിൽ തന്നെ 3 മോഡുകൾ വരുന്നുണ്ട്. സിറ്റി, ഇക്കോ, സ്പോർട്സ് വന്നിട്ട് ഒരു പാർക്കിംഗ് അസിസ്റ്റന്റും കാണലും അതുപോലെ ഓട്ടോ ഹോൾഡ് കാണലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ്, ഈ ഒരു സ്റ്റിയറിങ്ങിലുള്ള ഈ ബോട്ടം കട്ടൊക്കെ ആയിട്ടുള്ളൊരു പ്രീമിയം സ്റ്റിച്ചിങ്, എയർ ബാഗ് കാണലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു നല്ല രസമാണ്, നല്ലൊരു ഫീലാണ് തന്നെ. ഒരു എന്താ പറയുക, ഒരു ആൾ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ അയാൾക്കൊരു ഒരു നല്ലൊരു കംഫി ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ നല്ലൊരു കംഫി സീറ്റിംഗ് ഒക്കെ തരുന്നൊരു വാഹനം തന്നെയാണ്. ഇതെല്ലാം വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവും കാണാനൊക്കെ പോകാൻ വളരെ അടിപൊളിയായിരിക്കും. വലിയൊരു പാനറോമിക് റൂഫിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ വരുന്നൊരു കാര്യമാണ് ഒരു 10 ഇഞ്ച് ഇൻഫോർമേറ്റീവ് സിസ്റ്റം വരുന്നുണ്ട്. ഇതിനകത്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളുണ്ട്. ടാപ്പ് ടു പെയർ, AC കൺട്രോൾസ്, അങ്ങനത്തെ മ്യൂസിക് കൺട്രോൾസ് എല്ലാം. ഹർമാൻ്റെ സിസ്റ്റമാണ് സൗണ്ട് സിസ്റ്റം വരുന്നത്. സൗണ്ട് സിസ്റ്റം ഔട്ട് ഓഫ് ദി സെഗ്മെൻ്റ് ആണ്, വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് ഉള്ളൊരിതാണ്. JBLൻ്റെ ആണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ വലിയൊരു LCD ക്ലസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ എല്ലാ തരമുള്ള നാവിഗേഷൻസ്, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ഫ്യൂവൽ റേഞ്ച്, ലൈൻ അസിസ്റ്റൻസ്, ഡോറിൻ്റെ ഇൻഡിക്കേഷൻ, അങ്ങനെ എല്ലാ തരം ഇൻഡിക്കേഷൻസും ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നൊരു കാര്യമാണ് ഈ സ്റ്റിയറിംഗ് വീൽസിൻ്റെ കൺട്രോൾസ്. ഇതിലും നമുക്ക് ലൈൻ അസിസ്റ്റൻറ്റ് കാണാൻ പറ്റും, വോളിയം കൺട്രോൾസ്, അങ്ങനത്തെ ബേസിക് വോയിസ് അസിസ്റ്റൻസ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് പെയറിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ടാറ്റയിൽ എനിക്ക് ആകെ ഒരു ഇഷ്ടപ്പെടാത്തതാണ് ഈ ഒരു ഇതിൻ്റെ ഈ ബാഡ്ജിങ്, ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അത് ഭയങ്കരമായിട്ടൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. ബാക്കി ഈ ഒരു സ്റ്റിയറിംഗ് ഭയങ്കര കംഫി ആൻഡ് ഭയങ്കര സ്പോർട്ടി ഫീൽ വരുന്നതാണ്. ഈ ഒരു കട്ട് ബോട്ടും കാര്യങ്ങളെല്ലാം സത്യം പറയാലോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു വാഹനം എടുക്കുന്ന ആൾക്കാർക്ക്. ഒരു പ്രീമിയം വാഹനത്തിന് എങ്ങനെ ഇരുന്ന് ഓടിക്കാവോ അങ്ങനത്തെ ഒരു സീറ്റിംഗ് പൊസിഷൻ ഈ ഒരു വാഹനത്തിന് നൽകാൻ പറ്റും. നല്ല ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു നല്ലൊരു ഫിനിഷ് തന്നെ വരുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയലാണ്, പക്ഷേ ആ ലെതറായിട്ടുള്ളൊരു ഗ്രേഡിങ്ങും ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രീമിയം ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈൽഡ് ലോക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ലോങ് ഡ്രൈവ്സിനൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാനായിട്ട് ഇത് ഇനിയും ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും. അഷ്റഫ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ, കണ്ടോ, ജസ്റ്റ് ഒന്ന് ആ ഒരു ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് താഴത്തേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻക്ലൈൻ ആവണമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടായിട്ട് ലോങ് ജേർണി കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വലിയൊരു പാനറോമിക് റൂഫ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു കട്ടൗട്ടായൊരു ഫീല് എൻവയോൺമെൻ്റ് ആയിട്ട് വരത്തില്ല. നമുക്ക് എപ്പോഴും നല്ല വിസിബിലിറ്റി പുറത്തുണ്ടാവും. ഇപ്പോൾ ബാക്ക് സീറ്റ് പാസഞ്ചർ ആണെങ്കിലും അല്ല, ഇതൊരു ഡ്രൈവർ ഫ്രണ്ട്ലി കാർ തന്നെയാണ്. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും നല്ല രീതിയാണ് ഡ്രൈവ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു കംഫർട്ട്, ആ ഒരു ഫീലും കാര്യങ്ങളൊന്നും ഒരിക്കലും ഈ വണ്ടി നമുക്ക് നഷ്ടപ്പെടുത്തില്ല. അതോടെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇരിക്കുന്ന സീറ്റിംഗ് ഞാൻ പറ്റും. ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. വളരെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനും ഒരു ഡ്രൈവബിലിറ്റിയും ഈ വണ്ടി നമുക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, കുറേ പേർക്ക് സംശയമുള്ളതാണ് ഇപ്പം ഇങ്ങനെ ഒരു കൂപ്പേ ഡിസൈൻ വാഹനം വരുമ്പം എങ്ങനെയായിരിക്കും ഇതിനകത്ത് ബാക്കിൽ ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം 6 ഫീറ്റ് ടോളാണ്. ഈ സീറ്റ് ഏകദേശം മാക്സിമം ബാക്കിലേക്കാണ് നമ്മൾ നീക്കിയിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് ഫ്രീ ആയിട്ട് കാല് വെക്കാനുള്ള സ്പോട്ട് ഉണ്ട്. തൈ സപ്പോർട്ട്സ് വരുന്നുണ്ട്. എനിക്കിവിടെ കാണാൻ അഡീഷണൽ ഒരു സപ്പോർട്ടിങ്ങും സീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോരാതെ തന്നെ നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഏകദേശം ഒരു കുറച്ച് ഗ്യാപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ടായിട്ടോ ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഇരിക്കാൻ നല്ല അത്യാവശ്യം വൈഡ് സീറ്റ്സും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങളിപ്പം എന്തെങ്കിലും ഗ്രോസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാരി ചെയ്ത് വരികയാണ്, നമുക്ക് ഇങ്ങനെ ബൂട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ താക്കോലുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു മോഷൻ ജസ്റ്റർ വഴി ബൂട്ട് ഓപ്പൺ ആവാൻ പറ്റുന്നതാണ്. ബൂട്ട് ഇലക്ട്രോണിക്കലി ആണ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. 500 ലിറ്ററുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് തന്നെയാണ്.
അത്യാവശ്യം നിങ്ങൾ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയൊരു വാഹനം തന്നെയാണ്. ഒന്നും നോക്കണ്ട, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 18 ഇഞ്ചാണ് വീൽസ് വരുന്നത്. എല്ലാം കൊണ്ടും ഭയങ്കര കംഫർട്ടായിട്ട് നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് ട്രാവൽ ചെയ്യാം, ലഗേജസ് കൊണ്ടുപോകാം, എല്ലാം കൊണ്ടുപോകാം. ഇനിയിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബട്ടൺ അസിസ്റ്റും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ജസ്റ്റ് ആ ഒരു മോഷൻ കാണിച്ചു കഴിഞ്ഞാൽ ബൂട്ട് അടയുന്നതായിരിക്കും. ഇതൊക്കെ ടാറ്റ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ, അത് ഈ ഒരു ഇത്ര അടിപൊളി ഡിസൈനിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൂട്ട് സ്പേസ് നമുക്ക് 500 ലിറ്റർ തന്നെ കാണാം. ഭയങ്കര ലോങ് ആയിട്ടുള്ള ബൂട്ടാണ്. പിന്നെ ബൂട്ടിൽ വരുന്ന നമുക്ക് JBL സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 4 ഹാങ്ങിങ് ബുക്സ് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ ഒരു ചെറിയൊരു അഡീഷണൽ സ്റ്റോറേജ് സ്പേസും കൂടി വരുന്നുണ്ട്. സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനകത്താണ്. ഇത് നമുക്കൊരു പ്രീമിയം ഫീലിന് വേണ്ടി ഒരു സെപ്പറേറ്റ് മാറ്റും തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിലുമാണ് നമുക്ക് പിന്നെ എന്ത് വരുന്നത്, നമ്മുടെ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്ര പ്രീമിയം ആയിട്ട് ബിൽഡ് ചെയ്തൊരു വണ്ടി തന്നെയാണ്, നമുക്കത് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് ബൂട്ട് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ അഡീഷണൽ ഒരു സേഫ്റ്റി ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആക്സിഡൻ്റൽ അലേർട്ടിന് അടയണ സമയത്ത് താഴെ ആരെങ്കിലും വരുമോ, ഒരു പിള്ളേർ കൈ വെക്കുമോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ തിരിച്ച് തുറന്നു പോകുന്നതായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ബട്ടൺ കൊടുക്കുകയാണ് അടയ്ക്കാനായിട്ട്. അപ്പോൾ അടഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മളൊരു ഓബ്സ്റ്റക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് തട്ടി ജസ്റ്റ് അതങ്ങനെ മുകളിൽ തന്നെ പോയി. ഓവർ പ്രഷർ ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിലും സേഫാണ്. അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരാത്തൊരു ഫീച്ചർ കൂടിയും ഇതിനകത്തൊരു സേഫ്റ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.